അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തലയുടെ പകുതി ഭാഗം വടിക്കുകയും മറ്റു ഭാഗം തലമുടി ഉപേക്ഷിച്ചിടുകയും ചെയ്യുന്ന രീതിയാണ് ഖസ്ഇ എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ ആളുകൾ ചെയ്യാറുണ്ട്. ഉദാഹരണമായി തലയുടെ മധ്യത്തിൽ മുടി നിലനിർത്തി ചുറ്റുമുള്ള ഭാഗങ്ങൾ വടിച്ചു കളയുക. അപ്രകാരം ചുറ്റുമുള്ള ഭാഗങ്ങൾ നിലനിർത്തി മധ്യത്തിൽ നിന്ന് വടിച്ചു കളയുക. വലതുഭാഗത്ത് നിലനിർത്തി ഇടതുഭാഗത്ത് വടിച്ചു കളയുകയും ഇടതുഭാഗത്ത് നിലനിർത്തി വലതുഭാഗത്ത് വടിച്ചു കളയുകയും ഇപ്രകാരം ക്രമമല്ലാത്ത രീതിയിൽ അവിടെയും ഇവിടെയും പല രീതിയിൽ മുടികൾ നിലനിർത്തി മറ്റു പല ഭാഗങ്ങളിൽ വടിച്ചു കളയുകയും ചെയ്യുന്ന രീതി ഖസ്ഇ എന്നാണ് അതിൽ അറബിയിൽ അറിയപ്പെടുന്നത്. വൽ ഖസ്ഉ കുല്ലുഹു മക്റൂ. ഈ ഇനത്തിൽപ്പെടുന്ന എല്ലാ രീതിയും അതെല്ലാം വെറുക്കപ്പെട്ടതാണ്. ലിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ സവിയൻ ഹലക ബഅദ റഅസി വഅമറ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്ലക കുല്ല ഔ യത്റുക കുല്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി ഇങ്ങനെ തലയുടെ പകുതി ഭാഗം വടിക്കുകയും മറ്റു ഭാഗങ്ങൾ ഉപേക്ഷിച്ചിടുകയും ചെയ്തതായി കണ്ടപ്പോൾ പ്രവാചകൻ ഒന്നുകിൽ പൂർണ്ണമായും വടിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും വടിക്കാതെ ഉപേക്ഷിക്കുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതായി കാണാം. എന്നാൽ അവിശ്വാസികളുമായി സാദൃശ്യമുള്ളതായ ഖസ്ഇന്റെ രീതികൾ, അവിശ്വാസികളിൽ മറ്റു മതസ്ഥരിൽ മാത്രം പ്രത്യേകമായതായ തലമുടി അല്പഭാഗം നിലനിർത്തുകയും മറ്റു ഭാഗങ്ങൾ വടിച്ചു കളയുകയും ചെയ്യുന്നതായ ചില പ്രത്യേക തരം രീതികൾ അവരോട് സാദൃശ്യമാവുകയാണെങ്കിൽ ഫഇന്നഹു യകൂന മുഹറമ ലിഅന്ന തശബ്ബുഹ ബിൽ കുഫാർ മുഹറം. അത് നിഷിദ്ധമാണ്. കാരണം അവിശ്വാസികളുമായി സാദൃശ്യമാകൽ നിഷിദ്ധമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യമാവുകയാണെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചുരുക്കത്തിൽ ഖസ്ഇ ഇസ്ലാമിൽ വെറുക്കപ്പെട്ടതാണ്. അത് അവിശ്വാസികളുമായി തുല്യമായി വരുമ്പോൾ, അവിശ്വാസികളുമായി അവരുമായി താരതമ്യപ്പെട്ടു വരുമ്പോൾ അത് നിഷിദ്ധവുമാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.